ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തുടക്കക്കാർക്ക് എങ്ങനെ എംബ്രോയ്ഡറി പഠിക്കാം, അതിനെന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്നതിനെ കുറിച്ചാണ്. ഇത് നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസം ഓരോ വർക്ക് എന്ന നിലയ്ക്ക് നോക്കാം കേട്ടോ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഇതാണ് എംബ്രോയ്ഡറി ഹൂപ്പ്. ഇതിലാണ് നമ്മൾ ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നത്. അതുപോലുള്ള ക്ലോത്തുകളില്ലേ, ഇത് നമ്മൾ ഈ ഹൂപ്പിലാണ് ഫിക്സ് ചെയ്യുക. ഈ ക്ലോത്ത് എങ്ങനെ ഈ ഹൂപ്പിലേക്ക് ഫിക്സ് ചെയ്യണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവസാനം കാണാം. ഇങ്ങനെ പല സൈസിലും പല ടൈപ്പിലും വുഡൻ, പ്ലാസ്റ്റിക് അങ്ങനെ പല ടൈപ്പുള്ള ഹൂപ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്തിപ്പോൾ 3 സൈസിലുള്ള ഹൂപ്സാണുള്ളത്. ഇത് ഞാൻ ഓരോ പർപ്പസിന് വേണ്ടി വാങ്ങി വെച്ചതാണ്. ഇങ്ങനെയുള്ളൊരു കോട്ടൺ ക്ലോത്ത് നമുക്ക് ആവശ്യമാണ് കേട്ടോ അതിന്. ഇതാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത്. ഇനി നീഡിൽ നോക്കാം. നീഡിൽ നമ്മൾ യൂസ് ചെയ്യുക ഐ ഹോള് കുറച്ച് വലിപ്പമുള്ളതാണ് യൂസ് ചെയ്യൽ സാധാരണ. ഈ 3 നീഡിലാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. ഇതാണ് മാർക്കിംഗ് പെൻ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ടൈപ്പ് പെന്നാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഇതാണ് ട്രേസിങ് പേപ്പർ. ഇത് ഉപയോഗിച്ച് നമുക്ക് വേറെ ഉള്ളൊരു മെറ്റീരിയലിലുള്ള പിക്ചേഴ്സ് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത് ട്രിമ്മർ. ഇത് നൂല് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതാണ് നൂലുകൾ. ഇനി നമുക്ക് ക്ലോത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് പോപ്ലിൻ ക്ലോത്ത്. ഇതാണ് ബിഗിനേഴ്സ് സാധാരണ യൂസ് ചെയ്യൽ. ഇതിൻ്റെ ഇഴ കണ്ടോ, ഇഴ നല്ല അടുത്തിട്ടാണ്. അപ്പം നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ നല്ല സുഖമാവും. നമ്മൾ വൈറ്റ് എന്തിനാ ചൂസ് ചെയ്ത് വെച്ചാൽ നമുക്ക് വരയ്ക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാനാണ്. ഇതാണ് നീഡിൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്ര ടൈപ്പ് നീഡിലാണ് ഉള്ളത്. ഇതിൽ ഞാൻ സാധാരണ എംബ്രോയ്ഡറി ചെയ്യാൻ 3 ടൈപ്പ് നീഡിലാണ് യൂസ് ചെയ്യൽ കേട്ടോ. ഇതിൻ്റെ ഹോള്, നമ്മൾ നൂലിടുന്ന ഹോളില്ലേ, അത് ഡിഫറെൻറ്റ് സൈസിലായിരിക്കും. കണ്ടോ, ഇത് കുറച്ച് ചെറുതാണ്. അടുത്തത് ഇത് കുറച്ച് അതിനേക്കാളും കുറച്ച് വലുതാണ്. ഇതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യൽ കേട്ടോ. പിന്നെ ഇത് അതിനേക്കാളും കുറച്ചുകൂടി വലുത്. 3 സൈസാണുള്ളത്. ഇത് നമ്മളെ നൂലിൻ്റെ ഇഴയ്ക്കനുസരിച്ച് ഇതിൻ്റെ ഹോളിൽ വ്യത്യാസം വരും. നമുക്ക് നൂലുകൾ പരിചയപ്പെടാം. ഇത്രയും ടൈപ്പ് നൂലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ തന്നെ 2 ടൈപ്പ് നൂലുണ്ട്. ഇതാണ് സാധാരണ ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു 3 രൂപ 4 രൂപ ആ ലെവലിലാണ് റേറ്റ് വരുന്നത്. കണ്ടോ, ഇതാണ്. ഇതിൽ ഒരു നമ്പർ ഉണ്ടാവും, അതിനനുസരിച്ചാണ് അതിൻ്റെ കളർ വരിക. വൈറ്റിന് വൈറ്റ്, ബ്ലാക്കിന് ബ്ലാക്ക് എന്നൊക്കെയാണ് എഴുതുക. ഇതൊക്കെ ആ ടൈപ്പ് നൂല് തന്നെയാണ്. ഇതിലൊക്കെ ഓരോ നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ. ഇതതിൻ്റെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. ഇത് നമുക്ക് ഫ്ലവർ, ലീഫൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഡബിൾ ഷെയ്ഡ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതിലൊക്കെ നമ്പർ ഉണ്ട്. നമ്പർ അനുസരിച്ചാണ് നമ്മളെ കളറിൻ്റെ ഓരോ ഷെയ്ഡുകൾ വരുന്നത്. ഇപ്പോൾ പിങ്കിൽ തന്നെ പല ടൈപ്പ് പിങ്ക് ഉണ്ടാവും. അതിനൊക്കെ ഈ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഈ നൂല് കണ്ടില്ല. ഇതാണ് ആങ്കർ ത്രെഡ്. ഇതാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. ഇതിന് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ്. 10 രൂപയാണ് മാർക്കറ്റിൽ. ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ്. ഇതിലും അതേപോലെ നമ്പർ ഉണ്ട്. ഇതിലും ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. മറ്റേ നൂല് വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു ചെറിയ ഷൈനിങ് കൂടുതലുണ്ട്. അതിൻ്റെതായിരിക്കും ആ വിലേൻ്റെ വ്യത്യാസം. ഷൈനിങ്ങും തിക്നെസ്സൊക്കെ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഈ ത്രെഡാണ് സാധാരണ യൂസ് ചെയ്യാറ് കേട്ടോ. കണ്ടില്ലേ, ഇതിനൊരു ഷൈനിങ് വരുന്നുണ്ട്. ഇതാണ് ബിഗിനേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഈ ത്രെഡാണ്. ഇതാവുമ്പോൾ മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് മാർക്കിംഗ് പെന്നുകളെ കുറിച്ച് നോക്കാം. ഈ പെന്ന് എൻ്റെ അടുത്തിപ്പോൾ 3 ടൈപ്പ് പെന്നാണ് ഉള്ളത്. ഇതിൽ വരുന്നത് സാധാ നമ്മളെ ജെൽ പെന്നാണ്. അതിന് ഗ്ലിറ്റർ പെന്നെന്നും പറയും. അത് 10 രൂപ ആണ് ഒരു പെന്നിന് വരുന്നത്. ഇത് വാട്ടർ എറേസിബിൾ പെന്നാണ്. ഇത് നമ്മൾ
യൂസ് ചെയ്യുന്നത്. വരച്ച് കഴിഞ്ഞ് വെള്ളം കൊണ്ടൊന്ന് മായ്ച്ചാൽ കണ്ടില്ലേ, വെള്ളം കൊണ്ടൊന്ന് മായ്ച്ചാൽ അതിൻ്റെ പാട് പോലും കാണില്ല. അങ്ങനെയാണ് വെള്ളം ഉപയോഗിച്ച് മായ്ക്കുന്ന പെന്നാണ്. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനത്തെ പെന്ന് യൂസ് ചെയ്യുന്നതാവും നല്ലതെന്നാൽ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കിൻ്റെ മാർക്കൊക്കെ കാണില്ലേ, അതൊക്കെ മാഞ്ഞു പോകും. കണ്ടോ, വാട്ടർ ഇറേസബിൾ പെൻ. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഒരു 18 രൂപ, ഒന്നിന് 18 രൂപ ആ ലെവലിലാണ് വരുന്നത്. ഒരു സെറ്റായിട്ട് വാങ്ങിയത്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ഈ പെന്നിൻ്റെ പേര്, എനിക്കറിയില്ല. പക്ഷേ ഇത് അയൺ ചെയ്യുമ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെന്ന് മാഞ്ഞു പോകുന്നതാണ്. ഈ പെന്നിൻ്റെ മാർക്കൊന്നും കാണില്ല. ഈ പെൻ കണ്ടില്ലേ, നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കാണില്ല. പിന്നെ ഈ പെന്നാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് സാധാരണ നമ്മളെ ഗ്ലിറ്റർ പെന്നാണ്. ഇത് ഉപയോഗിച്ചായിരുന്നു ഞാൻ തുടക്കത്തിലൊക്കെ വരച്ചിരുന്നത്. ഇതാണ് ട്രേസിങ് പേപ്പർ. ഇത് നമ്മൾ യൂസ് ചെയ്യണേ വേറൊരു മെറ്റീരിയലിലുള്ള പിക്ചർ നമ്മുടെ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാനാണ്. ഇത് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നില്ലേ കാർബൺ പേപ്പർ, ആ സംഭവം തന്നെയാണ്. അത് തുണിയിൽ കാണുന്ന രൂപത്തിൽ കുറച്ച് കളർ, ഇതിൻ്റെ 3 കളറുകളാണ് ഉള്ളത്. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ അടുത്ത് ഇതാണ് ട്രിമ്മർ. ഇത് നമ്മൾ നൂല് കട്ട് ചെയ്യാൻ, നൂലിൻ്റെ എഡ്ജ് കട്ട് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുക. ഇതിന് മാർക്കറ്റിൽ 25 രൂപ ലെവലാണ് വരുന്നത്. കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ പഠിച്ചപ്പോൾ കോളേജിൽ നിന്ന് കിട്ടിയതാണ്. കറക്റ്റായിട്ടേക്ക് റേറ്റ് ഓർമ്മയില്ല. ഇനി നമുക്ക് ഹോപ്പിൽ എങ്ങനെയാണ് തുണി ഫിക്സ് ചെയ്യാൻ നോക്കാം. ഈ കാണുന്ന പോലെ ഈ സ്ക്രൂ ലൂസാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് പോരും. ഇതാണ് നമ്മുടെ തുണീൻ്റെ അടിഭാഗത്തായിട്ട് വെക്കുന്നത്. ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഈ മുകളിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലവണ്ണം ക്ലോത്ത് വലിക്കുക. ക്ലോത്ത് കണ്ടോ, നല്ല ടൈറ്റാണ്. ഇതിപ്പോൾ ലൂസാണ്. ഇത് വലിച്ച് എല്ലാ എഡ്ജും വലിച്ച് നല്ലവണ്ണം ടൈറ്റാക്കണം. ഈ ക്ലോത്ത് എത്ര ടൈറ്റ് ഉണ്ടോ അത്രയും സുഖമായിരിക്കും നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ കേട്ടോ. ക്ലോത്തിൻ്റെ ടൈറ്റിലാണ് നമ്മൾ ചെയ്യണതിൻ്റെ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ താഴരുത്. ഇത് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല വലിഞ്ഞിരിക്കണം. അതാണ്, അങ്ങനെയാണ് ക്ലോത്ത് വേണ്ടത്. അപ്പോൾ ക്ലോത്ത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ എന്തൊക്കെയാ സാധനങ്ങൾ, മെറ്റീരിയൽസ് ഇതിനാവശ്യമുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാം വാങ്ങി റെഡി ആയിരുന്നുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.